അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ലാത്ത എന്തൊക്കെ തന്നെ ആര് സ്വീകരിച്ചാലും ഒരു രക്ഷയുമില്ല. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ, കാക്കുമാറാകട്ടെ. സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്താണ് മുഖദ്ദിമയിൽ ഓതി വെച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദിവസം മുതൽ മാസങ്ങളുടെ എണ്ണം 12 നിജപ്പെടുത്തിയിരിക്കുന്നു. അവയിൽ 4 മാസങ്ങളെ പവിത്രമായിട്ട് കണക്കാക്കുന്നു. ആ നാളുകളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. മേൽപ്പറഞ്ഞ 4 മാസങ്ങൾ ഏതൊക്കെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്. നമ്മളിപ്പോൾ ഏത് മാസത്തിലാണെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടോ? നമ്മൾ പൊതുവെ ഇംഗ്ലീഷ് മാസങ്ങൾ നോക്കി ഇങ്ങനെ ജനുവരി, ഫെബ്രുവരി എന്നൊക്കെ പോകുന്നു എന്നതല്ലാതെ വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയ മാസങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമ്മളെപ്പോഴെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? പൊതുവെ അങ്ങനെ അത്ര ഗൗരവമോ പ്രാധാന്യമോ കൊടുത്തിട്ടില്ല. ഈ മിമ്പറിൽ തന്നെ കാലഗണനയെക്കുറിച്ചിട്ട് അതിൻ്റെ ശരിയും തെറ്റും, ചന്ദ്രമാസ കലണ്ടറുകൾ, അറബി മാസങ്ങളൊക്കെ ചന്ദ്രമാസം അനുസരിച്ചിട്ടാണ്. നമ്മുടെ ഇംഗ്ലീഷ് മാസങ്ങൾ അത് ലൂണാർ അല്ല, സൂര്യമാസ അടിസ്ഥാനത്തിലാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം, പൊരുത്തക്കേടൊക്കെ ഇതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ അറബി മാസം പറയുക ഒന്നില്ലെങ്കിൽ റമദാനുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നിലാവ് നോക്കുന്നിടത്ത് മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്. സാധ്യമാകുന്നവരൊക്കെ അതൊരു ശീലമാക്കി അറബ് മാസങ്ങളെ, പ്രത്യേകിച്ച് ഇപ്പോൾ വാട്സപ്പിലൊക്കെ പ്രാദേശിക തലത്തിലൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വാർത്തകൾ വരുന്നിടത്ത് അറബി മാസം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വരാറുണ്ട്. സ്ഥിരം അതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അറബി മാസവും അതിങ്ങനെ തറ പോലെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വരും. അതൊന്ന് ശ്രദ്ധിക്കണം. സാന്ദർഭികമായിട്ട് പറഞ്ഞു വെച്ചതാണ്. നമ്മളിപ്പോൾ റജബ് മാസത്തിലാണുള്ളത്. റജബ് കഴിഞ്ഞാൽ ഷഅബാൻ കഴിഞ്ഞാൽ ഷഅബാനും നമ്മളൊന്ന് ഓർക്കാറുണ്ട്. കാരണം റമദാന് മുന്നോടിയായിട്ടും ഷഅബാനും ഓർക്കാറുണ്ട്. ഇപ്പോൾ റജബ് 18-ലാണ്. അള്ളാഹു വളരെ പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മാസങ്ങളെ മഹത്വപ്പെടുത്തുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ തഖ്വയുടെ കൂടി ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വമൻ യുഅല്ലിം ശആഇരില്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന തഖ്വയാണ് എന്നാണ് സൂറത്തുൽ ഹജ്ജിൽ 32-ാമത്തെ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലു ശആഇരില്ലാ. നിങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കുവാൻ പാടില്ല. വശ്ശഹ്റുൽ ഹറാം, പവിത്രമാക്കപ്പെട്ട മാസങ്ങളെ, ഈ പറഞ്ഞ മാസങ്ങളെയും നമ്മൾ അനാദരിക്കുവാൻ പാടില്ല. സൂറത്തുൽ മാഇദയിൽ 2-ാമത്തെ വചനം. സൂറത്ത് തൗബയിൽ ഈ മാസങ്ങളെ ഇങ്ങനെ പ്രത്യേകം പറയാനായിട്ട് ഒരു കാരണം പറയുന്നുണ്ട്. ജൂതന്മാരൊക്കെ അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് പ്രത്യേകമായി ചില മാസങ്ങൾ 12 മാസങ്ങളെ ചിലപ്പോൾ 10 മാസങ്ങളൊക്കെ ആയിട്ട് ചുരുക്കിയിരുന്നു. ഈ പവിത്ര മാസത്തിൽ 3 മാസം ദുൽഖഅദ്,
ദുൽഹജ്ജ്, മുഹറം. ഹജ്ജ് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലശേഷം ആ ശോഷണം സംഭവിച്ചു പോയ ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലും ജാഹിലിയ കാലഘട്ടത്തിലും ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിൽ തന്നെയാണ് നിലനിന്നിരുന്നത്. ഈ ദുൽഹജ്ജ് മാസത്തിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് യാത്രക്കൊക്കെ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ദുൽഖഅദ് മാസത്തെ പവിത്രമാക്കിയത്. യാത്രകളൊക്കെ ചെയ്ത് അവിടെ എത്തണം. ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്യുന്നു. മടങ്ങിപ്പോകുവാനായിട്ട് മുഹറം മാസം. മുഹറം മാസം ഇസ്ലാമിലെ ചന്ദ്ര കലണ്ടറെ അനുസരിച്ചുകൊണ്ട് ആദ്യത്തെ മാസമാണ്. അതേസമയം റജബിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് ഉംറയുടെ മാസമാണെന്നാണ്. എപ്പോഴും കലഹപ്രിയരായിരുന്നൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാസങ്ങളിൽ കൃത്യമായി പവിത്രമാക്കപ്പെടുകയും യാതൊരുവിധ കലഹങ്ങളും ഒരു ഇല പോലും പറിക്കാൻ പറ്റാത്തവണ്ണം യുദ്ധം വരെ നിരോധിക്കപ്പെട്ട മാസം. അപ്പോൾ അവിടെ ഒരു സൂക്ഷ്മത എന്ന് പറയുന്നത് മറ്റു മാസങ്ങളിൽ അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് ഇതിന് വലിയൊരു പവിത്രതയോ അതിന് വലിയൊരു പ്രാമാണികമായ അടിത്തറയോ ഉണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത്. രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം ഇങ്ങനെ ഒരു മുൻഗണനാക്രമം അത് വെച്ചത് ഈ 3 മാസങ്ങളിൽ വളരെ ഭംഗിയായിക്കൊണ്ട് നമ്മുടെ ഹജ്ജും നടക്കണം. അതേസമയം ഒരു മാസത്തേക്ക് വേണ്ടി തിക്ക് തിരക്കുകൾക്കിടയിൽ പ്രത്യേകിച്ച് കച്ചവട കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന അറബികൾ അവർ ഹജ്ജിന് വരുന്നപ്പോൾ ഇപ്പോഴും ആ പരിസര പ്രദേശങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നൊരു സംഗതിയുണ്ട്. അവിടുത്തെ ഒരു വലിയ വാണിജ്യ കേന്ദ്രമാണ്. ഹറമിനു ചുറ്റും വലിയ വാണിജ്യ കേന്ദ്രമാണ്. അപ്പോൾ അതൊരു വ്യവസായത്തിന് വേണ്ടിയിട്ട് ബൗദ്ധികമായ താല്പര്യങ്ങൾ കൂടി വന്നപ്പോൾ ചില സമയത്ത് ഈ അറബി മാസങ്ങളുടെ ഒരു പ്രത്യേകത അത് ഋതുഭേദങ്ങൾക്കനുസരിച്ച് മഴയത്തും വെയിലത്തും തണുപ്പ് കാലത്തൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഈ അറബികളും എന്ത് ചെയ്ത് ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലത്തിന് മുമ്പ് അവരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറായി. ദുൽഹജ്ജ് മാസം എന്നുള്ളത് ഒരു സ്ഥിരപ്പെടുത്തി. വെയിലുള്ളപ്പോൾ സുഖകരമായ കാലാവസ്ഥയിൽ മാത്രം മതി എന്നത്. അപ്പോൾ ഒരു പ്രാപഞ്ചികമായ യാഥാർത്ഥ്യത്തിൽ നമ്മൾ കൃത്രിമം കാണിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഇസ്ലാമിന് ശേഷം അതിനെ കറക്റ്റാക്കുകയാണ്. മുൻകാലങ്ങളിൽ മുൻകഴിഞ്ഞ സമൂഹം ആ അറബ് മാസത്തെ പവിത്രമാക്കി പോന്നതുപോലെ തന്നെ ഇസ്ലാം അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ ആ മാസം എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുവാനുള്ളതല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് അള്ളാഹു എങ്ങനെയാണോ അതിനെ കൃത്യതപ്പെടുത്തിയിട്ട് ദാലിക അദ്ദീനുൽ ഖയ്യിം എന്തൊരു പ്രയോഗമാണെന്നറിയുന്നത്. മാസങ്ങളെയൊക്കെ നമ്മൾ നമ്മുടേതായ ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു കൃത്യതപ്പെടുത്ത ഒരു പ്രാപഞ്ചിക ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല. ഫലാ തുളിമൂന ഫീഹിന്ന അംഫുസക്കും. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളോട് തന്നെയുള്ള വലിയ അക്രമമായിട്ട് മാറും. അപ്പൊ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ നിലനിന്നിരുന്ന പവിത്രമാക്കപ്പെട്ട ഒരു സംവിധാനത്തെ അതിൻ്റെ ഹുർമത്തോടു കൂടി തന്നെ നിലനിർത്തുവാൻ, അതേസമയം നമ്മുടേതായ സൗകര്യങ്ങൾക്ക് വേണ്ടി അതിനെ ദുരുപയോഗപ്പെടുത്തുന്നതിനെ ഇസ്ലാം തടയുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിട്ട് റജബ് മാസത്തിൻ്റെ സവിശേഷത എന്താണ്? റജബ് മാസത്തെ പവിത്രമാക്കിയത് അള്ളാഹുവാണ്. ദുൽഹജ്ജ് മാസത്തെയും ദുൽഖഅദ് മാസത്തെയും മുഹറം മാസത്തെയും പവിത്രമായതുപോലെ തന്നെ റജബ് മാസത്തെയും പവിത്രമാക്കിയത് അള്ളാഹുവാണ്. എന്താണ് റജബ് മാസത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷതയായി ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്? അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള സവിശേഷതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് ഹിജ്റ പോയത് റജബ് 6-നാണ്. എന്താണ് ഹിജ്റ എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്, പീഡനം സഹിക്കാതെ വന്ന് കുറേ പീഡിതരൊക്കെ എടുത്ത് പെട്ടിയെടുത്ത് ഇങ്ങനെ പോയതാണ് ഹിജ്റ എന്നാണ് നമ്മുടെ ഒരു ധാരണ. അല്ല, ആദ്യത്തെ ഹിജ്റ പോയത് ആരൊക്കെയാണ്? അവിടെ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന അമ്മാറും അതുപോലെ തന്നെ യാസിറും ബിലാലും റളിയല്ലാഹു അൻഹും അവരാണോ? അല്ല.
അവിടുത്തെ ഏറ്റവും പൗരപ്രമുഖന്മാരായിരുന്നു സമ്പന്നന്മാർ, വലിയ കച്ചവടക്കാർ, വാക്ചാതുര്യതയുള്ളവർ, ഒരാളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ കഴിയുന്നവർ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ളവർ, സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ പോലുള്ളവർ. അവിടുത്തെ സമൂഹം, പൊതുസമൂഹം അംഗീകരിക്കുന്നവരാണ് ആദ്യമായിട്ട് ഹിജ്റ പോകുന്നത്. അത് റജബ് 6-നാണ്. അപ്പൊ റജബിന്റെ ഒരു സവിശേഷത ഹിജ്റ. എന്താണ് ഹിജ്റ? ഒരു മണ്ണൊരുക്കുകയായിരുന്നു. ഇസ്ലാമിന്റെ വിത്ത് പാകാൻ, ഇസ്ലാം പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിത്തറ വേണം. അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഏത് മാസത്തിലായിരുന്നു? അറബ് മാസത്തിലെ റജബിനായിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതേസമയം ഈയൊക്കെ ചില പ്രാധാന്യങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ കണ്ടോ മറ്റു ചില ആചാരങ്ങളുടെ പേരിൽ, അനാചാരങ്ങളുടെ പേരിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത പല സമ്പ്രദായങ്ങളും ഈ മാസത്തിൽ കടന്നു വരികയും അടിസ്ഥാനപരമായ ഇത്തരം ചില സവിശേഷതകളെ വിസ്മരിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ ഉദാഹരണം, റജബ് മാസം ഉംറയ്ക്ക് വേണ്ടിയിട്ടുള്ള മാസമാണെന്ന് സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അറബികളുടെ സ്വഭാവം അനുസരിച്ച് കലഹപ്രിയരാണ്. എപ്പോഴും പ്രശ്നങ്ങളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കെ ഹജ്ജിന്റെ സമയത്ത് തന്നെ നടക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് എന്ന നിലയിൽ സൗകര്യപൂർവ്വം സ്വസ്ഥതയോടുകൂടി ഉംറ നിർവഹിക്കാൻ പറ്റിയ ഒരു നാളുകൂടെ വേണം. അത് റജബ് മാസമായി വിശുദ്ധ ഖുർആൻ നിജപ്പെടുത്തുകയാണ്. നമ്മൾ എന്താ ധരിച്ചു വെച്ചിട്ടുള്ളത്? റജബിൽ ഉംറ നിർവഹിക്കുന്നതിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് റജബിലെ ഉംറ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകാറുണ്ട്. ഇത് ഇസ്ലാമികമല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ ഉംറ ചെയ്തിട്ടില്ല. റജബ് ഉംറയുടെ മാസമാണ് എന്ന് പറയുമ്പോൾ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ ഉംറ ചെയ്തിട്ടില്ല. മറ്റു മാസങ്ങളിൽ എങ്ങനെയാണോ ഉംറ ചെയ്യാൻ നമുക്ക് അവസരമുള്ളത്, അതേ പുണ്യം തന്നെയാണ് റജബ് മാസത്തിലും നമുക്ക് എന്തുള്ളത്? ഉംറ ചെയ്യാനായിട്ടുള്ള പുണ്യമുള്ളത്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഈ റജബ് മാസത്തിലൊക്കെ, ഇപ്പോൾ ഹറമിലൊക്കെ ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞത്, റജബിൻ്റെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു പ്രാമാണികമായ ഒരു ഹദീസും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കെട്ടിച്ചമച്ചിട്ടുള്ളതാണ്, വ്യാജമാണ്. പക്ഷെ നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ മാസം തിരഞ്ഞെടുത്തുകൊണ്ട് സൗകര്യപ്രദമായി പോയിക്കൊള്ളുക. ഇത്രയേ റജബിലെ ഉംറയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. മറ്റൊന്ന്, നമ്മൾ സാധാരണ പള്ളിയിൽ ഉസ്താദുമാരും നമ്മളൊക്കെ പ്രാർത്ഥനകളിലൊക്കെ നടത്താറുള്ള ഒരു പ്രാർത്ഥനയുണ്ട് റജബാകുമ്പോഴേക്കും. ഏതാത്? നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. അല്ലേ? അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ. വബല്ലിഅനാ റമളാൻ. റമളാനിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ റമളാനിലേക്ക് എത്തിക്കണമേ എന്നുള്ളത്. ഇങ്ങനൊരു പ്രാർത്ഥന പ്രാമാണികമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെ, ഞാനിങ്ങനെ ചെറിയ 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 കുറച്ച് കാര്യങ്ങൾ, പല വിഷയങ്ങളും നമ്മൾ മിമ്പറിൽ നിന്ന് വളരെ കാര്യഗൗരവപ്പെട്ട പലതും സംസാരിക്കുമ്പോൾ വളരെ നിസ്സാരമായതും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ മൗലികമായ സുന്നത്താണ് എന്ന് ധരിച്ചുകൊണ്ട് തെറ്റായ പല സംഗതികളും കടന്നു വരുന്നത് നമ്മളെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് എന്ത്? ഈ ഒരു പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന ലഈഫാണ് എന്നാണ് പറയുന്നത്. വേറെന്താ റജബിലെ പ്രത്യേകത? എന്താ റജബാവുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വെമ്പൽ കൊള്ളാറ് എന്തിനാണ്? ഇപ്പോഴേ നെയ്യത്താക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ നോമ്പെടുക്കാൻ നെയ്യത്താക്കി വെച്ചിട്ടില്ലേ നമ്മൾ? റജബ് 27 നോമ്പ് വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനൊരു നോമ്പില്ല. റസൂൽ അങ്ങനൊരു നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല.
റസൂലിൻ്റെ സഹാബാക്കളും അങ്ങനെ അനുഷ്ഠിച്ചിട്ടില്ല. അതിനുശേഷം വന്ന താബിഉകളും അങ്ങനെ അനുഷ്ഠിച്ചിട്ടില്ല. നമ്മളൊക്കെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന 4 ഇമാമിയങ്ങളില്ലേ മദ്ഹബിൻ്റെ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഹംബലി, മാലിക്കി, ആരും തന്നെ ഇങ്ങനെയൊരു നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. എവിടെ നിന്നാണ് ഈ നോമ്പ് വന്നതെന്നറിയൂ? ഇസ്രാ മിഅ്റാജ് നടന്നത് അന്നായതുകൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് അതിനെ ആഘോഷിക്കലാണ് ഈ നോമ്പിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് തികച്ചും ബിദ്അത്തായ റസൂലിൻ്റെ കാലത്ത് നടമാടാത്ത ഒരു സമ്പ്രദായം വളരെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാമിലില്ല. ഈ ഇസ്രാ മിഅ്റാജ് പോലും എന്നാണ് നടന്നതെന്ന് ഇതുവരെ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാമിലെ ചില സംഗതികളില്ല. എന്നാ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് കൃത്യമാണ്. റസൂലിന്റെ വർത്തമാനത്തിൽ കൃത്യമാണ് ലൈലത്തുൽ ഖദർ ഇന്ന രാവ് മുതൽ ഇന്ന മാസത്തിലെ റമദാൻ മാസത്തിലെ ആ ഒറ്റയിട്ട രാവുകൾ, അതിൽ 27-ാം രാവിന് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. അതുൾപ്പെടെ ഒറ്റയിട്ട ഇന്ന രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഇത് റസൂലിന്റെ കൃത്യതപ്പെട്ട വർത്തമാനമാണ്. ദുൽഹജ്ജ് 10-ന് പെരുന്നാൾ ആഘോഷിക്കണം, ശവ്വാൽ 1-ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കെ ഇങ്ങനെ ഒരു വർത്തമാനം, ഒരു ചരിത്ര സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ആയാത്ത് എന്നതിനപ്പുറം, ആ കാലഘട്ടത്തിലെ ഇസ്ലാം വിരുദ്ധ ശക്തികളെ ബോധ്യപ്പെടുത്തിയ ഒരു ദൈവിക ദൃഷ്ടാന്തം എന്നതിനപ്പുറം വേറെ ഒരു പ്രാധാന്യവും ഇസ്രാ മിഅ്റാജിനില്ല. അത് റജബ് 27-നാണെന്ന് ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നല്ല, പല പണ്ഡിതന്മാരും അത് റമദാനിലാണെന്ന് പറയുന്നുണ്ട്, ശവ്വാലിലാണെന്ന് പറയുന്നുണ്ട്. നബിദിനം പറഞ്ഞ മാതിരി തന്നെ റബീഉൽ അവ്വൽ എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഇത് തന്നെ ഇസ്രാ മിഅ്റാജ് നടന്നത് റബീഉൽ അവ്വലിലാണെന്ന് അഭിപ്രായമുണ്ട്. എന്നതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വിഷയം, അതിൽ വേറൊരു രസം എന്താണെന്നറിയോ? ഈ ഇസ്രാ മിഅ്റാജ് വലിയ സംഭവമാണല്ലോ. അബൂബക്കർ റളിയല്ലാഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്താ സിദ്ദീഖ് എന്ന് പേര് കിട്ടാൻ കാരണം എന്നറിയോ നിങ്ങൾക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന് പേര് കിട്ടാൻ കാരണം, ഒരാള്, ഒരു സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്രയെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഈ ഒരു വർത്തമാനം, ഇസ്രാ മിഅ്റാജിന്റെ വർത്തമാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് റസൂലിൽ നിന്നല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? റസൂല് ഖുറൈശികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ വിഷയം പറയുന്നത് കേട്ട ഒരു സഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇങ്ങനൊരു സംഭവം റസൂൽ ഉദ്ധരിച്ചിട്ടോ? ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെ സംഭവം ഉണ്ടായോ? റസൂൽ അങ്ങനെ പറഞ്ഞോ? റസൂൽ അങ്ങനെ പറഞ്ഞു, എന്നാൽ അത് സത്യമാണ്. ഇതറിഞ്ഞ റസൂലാണ് എന്ത് പറയുന്നത്? സിദ്ദീഖ് എന്ന അപരനാമം, വിശേഷണം, റസൂലിനെ പൂർണ്ണമായി സത്യസന്ധതയോടുകൂടി വിശ്വസിച്ച ഉത്തമ സുഹൃത്ത് എന്ന പേരിൽ അബൂബക്കർ എന്ന പേരിന്റെ കൂടെ സിദ്ദീഖ് എന്ന അപരനാമവും റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകുന്നത്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്രാ മിഅ്റാജ് സംഭവവുമായി നോമ്പ് പിടിച്ചിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ ആരും തന്നെ അത് പിടിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ഹദീസ്, നിങ്ങൾ റജബിനെ പ്രചരിപ്പിക്കാനാണ് പറയുന്നത്. റജബിനെ നിങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ റജബ് മാസത്തിന്റെ പവിത്രതയും നോമ്പിനെ കുറിച്ചും ഉംറയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ 4 ആളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് നരകം തടയപ്പെടുന്ന. അപ്പൊ നമ്മളോ നരകത്തിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എളുപ്പവഴി അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മൾ നരകത്തിലെ എളുപ്പവഴി അന്വേഷിച്ച് നടക്കുന്ന നമ്മൾ നരകപ്രവേശനത്തിന്റെ കുറുക്കുവഴിയിലാണ് പെട്ടുപോവുക. കാരണം അങ്ങനൊരു ഹദീസ് റസൂൽ പറഞ്ഞിട്ടില്ല. ഏത് ഉദ്ധരണി വേണമെങ്കിലും നിങ്ങൾ സിഹാഹു സിത്ത് അടക്കം എടുത്തുകൊണ്ട്
ഏത് ഹദീസിന്റെ ഉദ്ധരണി പ്രാമാണികമായ സഹീഹായ ദുർബലമായ ഹദീസ് പോലുമില്ല, ലഈഫായ ഹദീസ് പോലും ആ വിഷയത്തിൽ കാണിച്ചു തരാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ വലിയ സംഭവമാക്കിക്കൊണ്ട് ഇല്ല, നമ്മൾ ചില ഉത്സവങ്ങളുടെയും ചില അമ്പലങ്ങളുടെയും ഒക്കെ കാണാറുണ്ട്. ഈ നോട്ടീസ് നിങ്ങൾക്ക് ഇന്ന ആൾക്ക് കൂടുതൽ കൊടുത്താൽ, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങൾ വരും, നിങ്ങളത് നശിപ്പിച്ചു കളയോ കീറിക്കളയോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇന്നാലിന്ന ദുരിതങ്ങൾ അപകടങ്ങൾ വരും. ഇങ്ങനെ ഇതര സമുദായങ്ങളിൽ നിന്നുള്ള പല അന്ധവിശ്വാസങ്ങളും പല അനാചാരങ്ങളും നമ്മൾ അറിയാതെ കണ്ട് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്ത്? അസ്സലാത്തുർ റആഇബ്. നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനായിട്ട് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ, പ്രത്യേകമായ നമസ്കാരം. ആ റജബ് പിറന്ന് ആദ്യത്തെ ജുമുഅയുടെ അന്ന് മഗ്രിബിനും ഇശാക്കും ഇടയിൽ എത്രയോ റക്കായത്ത്, 12 റക്കായത്ത് എന്തോ നിന്ന് നമസ്കരിക്കുക. ഇതും ഇസ്ലാമികമല്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രാമാണികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്ലാമിൻ്റെ മൗലികമായ ഏതേത് പ്രാമാണിക അടിത്തറ വേണമെങ്കിൽ, നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരായതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം നവവിയും അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയുടെയൊക്കെ ഒരുപാട് ഫത്വകൾ ഉദ്ധരണികൾ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളങ്ങനെ സംശയം ചൊക്കെ പൗരോഹിത്യം നമ്മൾ അറിയാതെ കണ്ട് നമ്മിലേക്ക് ഒരു ആത്മീയമായ ഒരു ഉണർവുണ്ടാക്കാൻ, അങ്ങനെ ഉണ്ടല്ലേ, വെറും ഭൗതിക പ്രമക്തരായിക്കൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കെ നമ്മിലൊരു ആത്മീയമായ ഒരു ഉണർവുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പണ്ട് നബിദിനം അങ്ങനെയാണല്ലോ വന്നത്. ഒരു സമുദായം ഇസ്ലാമിൽ നിന്നൊക്കെ കൂടുതൽ അകന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു രാഷ്ട്രീയ പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ രാജാവ് ഉണ്ടാക്കി വെച്ച വേലയാണ് മിലാദു ഷെരീഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹിജറ 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു വേലയാണ് നമ്മളിപ്പോൾ വലിയ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആരാധനാ സ്വഭാവത്തിലേക്ക് നബിദിനം മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് റജബുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകമായ ദിക്റുകൾ, പ്രത്യേകമായ പ്രാർത്ഥനകൾ. അവസാനം എന്താണ് വരുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് സുന്നത്ത് ചെയ്യുക എന്ന ചര്യ വിട്ടുകൊണ്ട് നമുക്ക് തോന്നുന്നത്, നമ്മുടെ പുരോഹിതന്മാർക്ക് തോന്നുന്നത് നമ്മൾ ഇബാദത്താക്കി മാറ്റുന്നുവെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടറിയണം അള്ളാഹുവും റസൂലും എന്താണോ പഠിപ്പിച്ചത്, ഖുർആനും സുന്നത്തും ഇന്ന ദിക്റ് ചെല്ലിയാൽ, ഞാൻ വിചാരിക്കണം ജുമാക്ക് ആളുണ്ടല്ലോ, എന്തായാലും ഒരു പണി ചെയ്ത് കളയാ. നിസ്കാരമാണല്ലോ, 2 റക്കായത്തല്ലേ റസൂല് പറഞ്ഞിട്ടുള്ളൂ, ഒന്ന് കൂലി കൂടിക്കോട്ടെ, ഒരു 4 റക്കായത്താക്കാന്ന് വെച്ചാൽ എന്താ നിസ്കാരം ശരിയാവൂ? ശരിയാവൂല. നല്ലൊരു കാര്യം ഇവിടെ വന്നു, ളുഹർ നമസ്കാരത്തിനാണ് എത്തിയത്. നല്ല മധുരമായി മക്കത്തെ ഹറമിലെ തന്നെ ഖുർആൻ ഓതുന്ന ആളായിക്കോട്ടെ, യാദൃച്ഛികമായിട്ട് ഇതിലേ പോയപ്പോൾ ഇവിടെ നിസ്കരിക്കാൻ കയറി. അപ്പൊ നമ്മുടെ മുഅദ്ദിൻ പറഞ്ഞ് നിങ്ങൾ ഇമാമ് നിൽക്ക്, എന്നിട്ട് അങ്ങോട്ട് ഉറക്കി ഓദിക്കോ ളുഹറിന്, എന്താ കുഴപ്പമുണ്ടോ? ശരിയാവോ നമസ്കാരം? റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ളുഹറിൽ അങ്ങനെ ഉറക്കി ഓതാൻ പാടില്ല. ഖുർആനല്ലേ ഉറക്കി ഓതുന്നത്, മക്കത്തെ ഇമാമിന് അപൂർവമായി നമുക്ക് കിട്ടിയതല്ലേ. എന്നിട്ട് മൂപ്പരെ കൊണ്ടൊരു ദുആ മരപ്പിക്കുക. ഇസ്ലാമിന്റെ മൗലികമായ ആരാധന, ദിക്ർ, സ്വലാത്ത് വിഷയങ്ങളിൽ എന്താണോ റസൂല് പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറം നമ്മൾ ചെയ്യാൻ പാടില്ല. എന്താണോ ഖുർആൻ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പാടില്ല. അവിടെ ഉറക്കെ ഓതരുത് പാടില്ല. 2 റക്കായത്തെ ജുമുഅ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ 4നെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ ആരാധനയുടെ, ഇസ്ലാമിലെ ഇബാദത്തുകളുടെ മൗലികമായ സവിശേഷതയാണ്. ഇതര മതസമുദായങ്ങൾ അവരുടെ മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത് ഈ ഒരു ആത്മീയമായ തീവ്രത കൊണ്ടാണ്. നമ്മുടെ തെറ്റായ നടപടിക്രമം കൊണ്ട് എപ്പോഴെങ്കിലും നമുക്കൊരു ആശ്വാസവും സമാധാനത്തിനും വേണ്ടി ഒരു ആത്മീയതയുടെ തീരത്ത് കൂടെ നമ്മൾ സഞ്ചരിക്കാൻ തീരുമാനിച്ചപ്പോൾ
നമ്മൾ ആത്മീയമായ തീവ്രവാദികളായിട്ട് മാറി. അവിടെ നഷ്ടപ്പെട്ടത് ഇസ്ലാമിൻ്റെ ആരാധനകളുടെ ഇബാദത്തുകളുടെ ആത്മാവായിരുന്നു. എഴുത്തിക്കാഫിനെ കുറിച്ചിട്ട് പറയുമ്പോൾ 27 രാവിലെ എഴുത്തിക്കാഫിനെ കുറിച്ച് പറയുമ്പോൾ പള്ളിയിലാണ് ഇരിക്കേണ്ടത്. നമ്മളന്ന് ദിക്ർ സ്വലാത്തുകളായി കഴിയേണ്ടവർ പുറത്തു പോയിട്ട് വലിയ സ്വലാത്ത് മജ്ലിസ് ഉണ്ടാക്കിയാൽ ഇസ്ലാമിൻ്റെ മൗലികമായ റസൂലിന്റെ ശാസനക്കെതിരാണ്. എത്ര വലിയ ദിക്ർ ചൊല്ലിയാലും. മക്കത്തെക്കുറിച്ചും ഹറമിനെ കുറിച്ചും പറയുമ്പോൾ മദീനയിലെ റൗള ഷരീഫിലെ മണ്ണിനെ കുറിച്ച് ചിന്തിക്കുന്ന പുരോഹിത സമുദായത്തിന്റെ ബിദ്ഈയായ ആരാധനകൾ ഈ ഒരു ആത്മീയ ചൈതന്യത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഈ റജബ് മാസത്തിലും അത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാം വളരെ ലളിതമാണ്. സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഈ അടുത്തിടെ ഒരു വീഡിയോ കൊണ്ട് അതിൽ ഈ കസേരയിലേക്ക് ഇരുന്ന് നമസ്കരിക്കുന്നവരെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ നമസ്കരിക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണം ഒന്നുകൂടെ. ചിലവരിങ്ങനെ സുജൂദിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് വല്ലാതെ കസേരയും ഇരുന്നിട്ട് അവിടെ കുനിഞ്ഞങ്ങോട്ട് വീഴും. എന്നിട്ട് ഈ നമ്മുടെ ഈ കൈ എന്ത് ചെയ്യും, മുട്ടുകൈയിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടി ഇങ്ങോട്ട് ഇടും. മനസ്സിലായില്ലേ? ഈ പണ്ഡിതൻ പറയുന്നത് അങ്ങനെ നമസ്കരിക്കാൻ റസൂൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കസേരമീരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ പെരടി മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ. റുക്കൂയിൽ പോകുമ്പോൾ കുറച്ച് പെരടി താത്തുക, സുജൂദിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ താത്തുക. നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് കസേരയിൽ ഇരുന്നിട്ട് സുജൂദിൽ കിടക്കുന്ന ആളേക്കാൾ കീഴ്പോട്ട് കിടക്കുന്ന, അതും കൈ ഇങ്ങനെ നീട്ടിയിട്ട്, അത് റസൂല് പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമസ്കരിക്കുമ്പോൾ തന്നെ സുജൂദിൽ കിടക്കുമ്പോൾ നായ കിടക്കണ പോലെ കിടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നൊരു കൈ ഇങ്ങനെ നീട്ടിയിടരുതെന്നാണ്. കൈ ഒന്ന് കുത്തി ഉയർത്തി വെക്കണം പുരുഷന്മാർ. ഇത് തന്നെയാണ് എന്ത് കസേരയിലിരുന്ന് നമസ്കരിക്കുന്നവരും. കൈ ഇങ്ങനെ പരത്തിയിട്ട് സുജൂദിൽ പോകുമ്പോൾ കൈ ഇങ്ങനെ നീട്ടിയിട്ട് കുറച്ചങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ ആട്ടിയിടും. അല്ല, നമ്മുടെ കൈ മുട്ടിൽ വെച്ചുകൊണ്ട് കുറച്ച് കുനിഞ്ഞാൽ മതി. ഇനി നമ്മുടെ ശരീരം തന്നെ കുനിയണമെങ്കിലും നമുക്ക് കഴിയുന്ന പോലെ മതി. ഒരു ആരാധനയെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് എന്താണെന്നറിയോ? ഇസ്ലാം ലളിതമാണ്, ഇസ്ലാം എളുപ്പമാണ്. നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല, അള്ളാഹു ആഗ്രഹിക്കുന്നില്ല, റസൂൽ ആഗ്രഹിക്കുന്നില്ല. അതേസമയം നമ്മുടെ മനസ്സ് തഖ്വൽ ഖുലൂബ്, ആ ഒരു അള്ളാഹ് നമ്മുടെ ഹൃദയത്തിൻ്റെ തഖ്വയാണ് അള്ളാഹുവും റസൂലും ആഗ്രഹിക്കുന്നത്, വളർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ. നമ്മൾ കൂടുതൽ പുണ്യം നേടാനായി അവസാനം തെറ്റിലേക്ക് തന്നെ, സ്വർഗം പ്രതീക്ഷിച്ചിട്ട് സ്വർഗം നഷ്ടപ്പെടുന്ന, നരകവിമോചനം ആഗ്രഹിച്ചിട്ട് നരകത്തിൽ പോയി പ്രവേശിക്കുന്ന ഒരവസ്ഥ വരരുത്. കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഗൗരവപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്ത് ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു കലാലയമുണ്ട്. 70 വർഷമായി അത് തുടങ്ങിയിട്ട്. 70 വർഷം മുമ്പ് തുടങ്ങിയത്, വളരെ ചെറുത് ഒന്നിൽ നിന്നും തുടങ്ങി. ഇപ്പം അത് ജാമിയ അൽ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. ഇസ്ലാമിലെ വൈജ്ഞാനികമായ ഉണർവ് നൽകിയത് ഒരുപക്ഷെ കേരളത്തിലും ലോകത്തും ഇസ്ലാമിൻ്റെ ആ വളരെ നല്ല ഒരു മുഖം സംഭാവന ചെയ്യുന്നതിൽ, വൈജ്ഞാനികമായി സംഭാവന ചെയ്യുന്നതിൽ ശാന്തപുരം അൽ ഇസ്ലാമിയുടെ പങ്ക് മറ്റുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ട്, വലിയ പങ്കുണ്ട്. അവരൊരു പുതിയ കാൽവെപ്പ് ഇപ്പം നടത്തുകയാണ്. പെരിന്തൽമണ്ണയിൽ തന്നെ ഒരു 50 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് ഒരു പ്രൊഫഷണൽ കുറച്ച് കോഴ്സുകൾ, ഇപ്പം ലോ കോളേജുകൾ, ഒരുപാട് പുതിയ ടെക്നോളജികൾ, പുതിയ സയൻസ് ആൻഡ് ആർട്സ് കോളേജുകൾ, ഇതൊക്കെ കൂടെ തുടങ്ങുകയാണ്. ഇപ്പോൾ 30,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗ് പണിതിട്ട് അവിടെ ഒരു ലോ കോളേജ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. 7.5 കോടിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ ഫണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു ലോ കോളേജുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായം ഇപ്പോഴത്തെ കോടതിയുടെ അനീതിയും അതുപോലെ തന്നെ ഇവിടുത്തെ വക്കീലുമാരും ഒക്കെ തന്നെ ജഡ്ജിമാരുടെയൊക്കെ വിധി പ്രസ്താവങ്ങൾ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല. മുസ്ലിം പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ വൈജ്ഞാനികമായ നിലനിൽപ്പ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പുതിയ ലോ കോളേജ് ഇതിൻ്റെ കീഴിൽ തുടങ്ങാൻ പോവുകയാണ്.
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്രൗഡ് ഫണ്ടിങ് ഇന്ന് മുതൽ ജുമുഅ മുതൽ നാളെ വരെ ഈ 9ഉം 10ഉം തീയതികളിൽ ജനങ്ങളിൽ നിന്ന് നമ്മിൽ നിന്ന് 7.5 കോടി പിരിക്കുവാൻ അതിൻ്റെ അധികൃതർ ഉദ്ദേശിക്കുന്നു. വളരെ ആ ഒരു ദൗത്യത്തിൽ നമ്മുടെ ഒരു പങ്ക് അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ നമ്മുടെ ഒരു പങ്ക്, ഒരു പാർട്ടിസിപ്പേഷൻ നിർബന്ധമായിട്ടുണ്ടാകണം. ഇവിടെ അതിന് വേണ്ടിയിട്ട് സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ QR കോഡ് ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ബക്കറ്റ് പിരിവ് നടക്കുന്നുണ്ട്. സാധ്യമാകുന്ന എത്രയാണോ അത്രയും 100 രൂപ, 1 രൂപ മുതൽ എത്ര ലക്ഷങ്ങൾ വരെ നമ്മുടെ അത് സദഖത്തുൻ ജാരിയായ നാളെ നമ്മളിൽ നിന്ന്, നമ്മുടെ തലമുറകളിൽ നിന്ന് വൈജ്ഞാനികമായ എന്നെന്നും നിലനിൽക്കുന്ന സദഖയായിട്ട് ആ ഒരു സംരംഭം മാറേണ്ടതുണ്ട്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.